നമുക്ക് നമ്മുടെ രീതിയിൽ, നാടൻ രീതിയിൽ, പഴയ തലമുറ രീതിയിൽ നമുക്കൊരു ഫുഡ് അങ്ങ് ഉണ്ടാക്കാം. എനിക്ക് മുയൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ അന്ന് വെച്ച മുയലിനെക്കാട്ടിയും എൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. Welcome Real Taste of Kerala. Okay, thank to you. our Place Range Resort, Munnar. Thank you, sir. Please be seated. ഇപ്പം മൂന്നാർ സൈറ്റ് സീയിങ് കഴിഞ്ഞിരുന്നു നിങ്ങൾ? കണ്ടിരുന്നു. അടിപൊളി. എല്ലായിടത്തും പോയി കറങ്ങി. ഇവളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ജ്യൂസ് മാത്രം പോരാട്ടോ. അങ്ങനത്തെ മാളുവിന്റെ ആഗ്രഹം സാധിക്കുകയാണ്. അവൾക്ക് എന്റെ ഭക്ഷണം കഴിച്ച് മടുത്തെന്ന്. അപ്പൊ അത് കാരണം അതുകൊണ്ടാണ് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അവള് പറഞ്ഞു എവിടെ പോണോന്ന് പറഞ്ഞേ, എവിടെ പോണോന്ന് പറഞ്ഞ ശാന്തമായ സ്ഥലം. അതന്നെ നമ്മുടെ ഈ റിസോർട്ടിന്റെ പേര് ശാന്തമായ സ്ഥലം തന്നെയല്ലേ. ശാന്തമായി ഇരുന്ന് അപ്പൊ എനിക്കിന്ന് കുറച്ച് മനസ്സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. ഓഹോ, അപ്പൊ ഇത്രയും നാളും ഇത്രയും നാള് മോള് മനസ്സമാധാനായിട്ടല്ലേ കഴിച്ചത്? ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് മോളെ. ഞാൻ മാത്രം ഒറ്റയ്ക്കോ? എന്നും ഇവിടെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ രീതിയിൽ, നാടൻ രീതിയിൽ, പഴയ തലമുറ രീതിയിൽ നമുക്കൊരു ഫുഡ് അങ്ങ് ഉണ്ടാക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് വെറൈറ്റി കൂടെ ചേർത്തേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുയലാണ്. ഇപ്പൊ ഈ മുയൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട കാരണം മുയലിന് ശരം വേവ് കൂടുതലല്ലേ, അതുകൊണ്ട് ഞാൻ ഇത് ശരം വേവിച്ച് വെച്ചേക്കുക. അപ്പം ഇതിപ്പം ഈ മുയലും നമ്മുടെ ഈ മഷ്റൂം അല്ലേ, മഷ്റൂം അതായത് കൂണ്, പിന്നെ ബേബിക്കോൺ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്കൊരു മസാല ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ മാളു? ഓക്കെ അല്ലേ ചേച്ചി? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ശരം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഇവിടുത്തെ വെളിച്ചെണ്ണയാണേ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് തണുപ്പാണ്, ഇവിടെ നല്ല തണുപ്പല്ലേ. ഇനി ഇത് ശരിക്കൊന്ന് മെൽറ്റായി വരണമെങ്കിൽ നല്ല ചൂട് വേണം. മാളു എന്നോട് ആദ്യം തന്നെ ചോദിച്ചത് അത് നാരങ്ങ നീരാണോന്നാ. നാരങ്ങ നീരാണെന്ന് തോന്നും കണ്ടാൽ. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. കടുക് നമുക്ക് അതിന് ഒരു ശകലം പെരിഞ്ചീരകം കൂടെ വേണം. പെരിഞ്ചീരകം ചേർത്ത് ഇനി നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ചേർത്ത ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ, മാളോ ഇങ്ങനെ കല്ല വെച്ച് അരക്കത്തില്ലേ, ആ ഉള്ളിയും പിന്നെ പച്ചമുളകും കാന്താരിയും കൂടെ ചേർത്ത സംഭവം. ഇത് നമ്മളാണല്ലേ. എനിക്ക് ഇന്നത്തേക്ക് തേങ്ങയും ചിരകണ്ടല്ലോ, ഇതൊന്നും വേണം. ഇത് നമ്മൾ ഇതിലിട്ട് ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് 3 പേർക്കുള്ള ഭക്ഷണമാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് മതിയല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചെടുത്തത്. ഇത് വഴറ്റി വെച്ചിരുന്നേ ഇത് റെഡിയായി. ഇതുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇതുണ്ട്, ആ മസാലയൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഒരു ശകലം മഞ്ഞപ്പൊടി, ഒരു ലേശം. ഈ മഞ്ഞൾ എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്ത് വിഷാംശം ഉണ്ടെങ്കിലും അല്ല ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടിക്കോളും. അതിന് മഞ്ഞൾ ആഡ് ചെയ്യുന്ന ഏറ്റവും നല്ല. അത് നമ്മളിത് കഴുകുമ്പോഴായാലും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. കുരുമുളക് പൊടി. അപ്പം മുളക് പൊടി കുറച്ച് മതി അല്ലേ? മുളക് പൊടി കുറച്ച് മതി.
ഇതിനകത്ത് ഒത്തിരി മസാല വേണ്ട. കാന്താരി ഇട്ടിരിക്കണതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കാന്താരിയുണ്ട്, പിന്നെ ഈ കുരുമുളകിന്റെ ടേസ്റ്റും വന്നല്ലോ. പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ. പച്ചമുളകുണ്ട്, പച്ചമുളക് നമ്മൾ ചേർത്ത് ഇത് നമ്മൾ ലാസ്റ്റ് പച്ചമുളക് ചേർത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് തിളച്ചൊന്ന് ഇതുണ്ട്, ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. ആ കോക്കനട്ട് ഓയിൽ നമ്മൾ ആദ്യം ഒഴിച്ചില്ലേ, അങ്ങനെ കണ്ടോ മാള് കണ്ടോ? അപ്പോൾ അത് തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കിതിപ്പോൾ നമ്മളിത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന എന്നറിയാം, നമുക്കിത് പെട്ടെന്ന് ആവുകയും ചെയ്യാം, പെട്ടെന്ന് ചെയ്യാവുന്നൊരു പരിപാടിയാണ്. അപ്പം ഇത് ചെയ്യട്ടെ. ഇതിങ്ങനെ ഒന്ന് ശരിക്കും ഒന്ന് വരണ്ട് വന്നു കഴിയുമ്പോൾ ആ ചട്ടിയുടെ മണം. അതല്ല, ഇതിപ്പോ എന്തിട്ടാ വേവിച്ചിരിക്കുന്നത് ശരിക്കും? ഇതിനകത്ത് ഉപ്പ്, മഞ്ഞൾ ഇട്ട് നമ്മൾ ബോയിൽ ചെയ്തു. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ റോസ്റ്റ് പോലെയായി. എത്ര പെട്ടെന്ന് നമുക്ക് റെഡി ആയില്ലേ? അതെ അതെ. അതാണ് നിങ്ങൾ രാവിലെ മുതൽ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലേ. ഇത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് നമ്മൾ ആ പേസ്റ്റിൻ്റെ അകത്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചില തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്തായിരുന്നു ഇതില്ലേ, ഈ പേസ്റ്റിൻ്റെ അകത്ത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പൊ ഇനി ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ചേർന്ന, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വേണ്ട, കുഴപ്പമില്ലല്ലോ. അന്നേരം അത് ഒഴിക്കും. ഇത് നമ്മൾ തേങ്ങാപ്പാലാണേ. തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് അരച്ചെടുക്കണം. ഇത് തേങ്ങാപ്പാൽ അരച്ചിട്ട് ശകലം നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി കിട്ടും. ഞാൻ വിചാരിച്ചു അത് ഫ്രഷ് ക്രീമാന്നാ. ഇല്ല, തേങ്ങാപ്പാൽ നല്ലപോലെ അരച്ച് നല്ല റെഡിയാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും ഞങ്ങൾ. ഫസ്റ്റ് പാലാണേ, അരിച്ചെടുത്തിട്ട് അന്നേരം നല്ല കൊഴുപ്പ് പോലെ ഇപ്പം കറിയുടെ കളർ മാറിയില്ല നമ്മുടെ. ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഇവന്മാരെ ഇറക്കണം. ഈ ബേബി കോണും കൂടെ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മഷ്റൂം അത് മാത്രം നമ്മുടെ മഷ്റൂമും വേവിച്ച് വെച്ചിരുന്നാണോ? വേവിച്ച് വെച്ചേക്കണം. ഇത് നമുക്ക് ഈ മഷ്റൂം നമുക്ക് പാക്കറ്റ് കിട്ടുന്ന, മറ്റേ നമ്മുടെ ഇവിടുത്തെ കൂണ് ഞാൻ നോക്കിയിട്ട് നമുക്കിവിടെ കിട്ടുന്നതായിരുന്നേ. നമുക്ക് പറിക്കാൻ കിട്ടുന്നത് ഇടിമിന്നലൊക്കെ ഉള്ള സമയത്തൊക്കെ അത് കിട്ടത്തുള്ളൂ, കൂണുണ്ടാകത്തുള്ളൂ. നമുക്കിവിടെ സെപ്പറേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് 5-6 കിലോ കിട്ടിയതായിരുന്നു. പിന്നെ ഇവിടെ കൃഷിയുണ്ടല്ലേ? കൃഷിയല്ല, നമുക്ക് ഇവിടുത്തെ നാച്ചുറൽ അല്ലേ, അവിടെ ഉണ്ടാകും തനിയെ. നല്ല കൂണ്, അരിക്കൂണ്, വലിയ കൂണ്. അല്ല, അപ്പൊ ഇതിൽ ഉപ്പൊന്നുണ്ടേ? അതാണ് ചോദിക്കാൻ മറന്നുപോയത്. ഞാൻ ഈ ആലോചിക്കുമായിരുന്നു. മാള് പറഞ്ഞാൽ ഉപ്പിട്ടു. ഉപ്പിടേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഗ്രേവിക്ക് ഉപ്പുണ്ട്, പിന്നെ നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ ഉപ്പുണ്ട്, നമുക്ക് ലാസ്റ്റ് ശകല ഉപ്പ്. എങ്ങനെയുണ്ട്? മാള് പഠിച്ചു കുക്കിംഗ് പഠിച്ചു. ഇനിയും ഈ മഷ്റൂമും ബേബി കോണും ഒക്കെ ഉള്ളത് കാരണം നമ്മൾ കറിവേപ്പില ചേർക്കത്തില്ല. ആണോ? മനസ്സിലായി പറഞ്ഞു. അത് വേറൊരു ഇതാണ്. ഇതൊന്ന് നോക്കിയേ, ഉപ്പ് നോക്കിയേ തല ചേച്ചി. അമ്മായി ഉപ്പ് നോക്കി. അമ്മായി അല്ലേ ഏറ്റവും മുതിർന്ന ആള്. ഉപ്പ് ശകലം കൂടെ വേണം. ഇട്ടേക്കാം. ഇത് മതിയോ? അപ്പൊ എനിക്കില്ലെങ്കിലേ? ഇല്ല, ലാശ തരത്തുള്ളൂ. എന്നാന്നറിയോ, എന്നെ കൊണ്ട് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുത്തിയതല്ലേ. അന്നാലേ എൻ്റെ കുഞ്ഞ് തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ തരും? കൈ കാണിക്കൂ, നോക്കിയേ. ആ ഉപ്പ് മതിയോ നോക്കിയേ, മതിയോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്നാന്നറിയോ, ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഓക്കെ. ഇനി ഒരു ശകലം, ഒരു ചെറിയ പുളിക്ക് വേണ്ടി ഒരു ശകലം നാരങ്ങ, ഒത്തിരി ഒന്നും വേണ്ട, മുയലല്ലേ. അന്നേരം ഈ ഒരു ഉളുമ്പ് മണം അങ്ങനെയൊക്കെ ഉണ്ടത് മാറും മുയലാകുമ്പോഴത്തേക്കും. മനസ്സിലായി പറഞ്ഞേ? ഈ മുയലിനെപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കഴുകുമ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ വിനാഗിരിയും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ട് വേവിക്കണം. അന്നപ്പത്തിന് കുഴപ്പമില്ല. ഇനി ഞാൻ നോക്കട്ടെ ഉപ്പുണ്ടോന്നേ. നിങ്ങൾ കള്ളം പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. കുഴപ്പമില്ലല്ലേ? അപ്പൊ ഞങ്ങളെ കള്ളികളാക്കിയ? ഇല്ല, അല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്കിതൊരു ഡിഷിലോട്ട് മാറ്റിയാലോ? ഇതിപ്പോൾ പ്ലേറ്റിലോട്ട് നമുക്കങ്ങ് മാറ്റാം. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചേക്കുമല്ലേ. എന്നിട്ടേ നിങ്ങൾക്ക് നല്ല അടിപൊളി നല്ല ചോറ്, ചൂട് ചോറും ഇതും കൂടെ കൂട്ടി അങ്ങ് കഴിക്കണം. ഇപ്പം നമുക്ക് ശകലം എടുക്കാം, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പം? ടേസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബുഫേ റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് 3 പേർക്കും മാളുവിൻ്റെ ആഗ്രഹം പോലെ ശാന്തമായ സ്ഥലത്ത് വന്നിരുന്ന് ഒരു ശകലം ചോറൊക്കെ കൂട്ടിയിട്ട് പതുക്കെ വീട്ടിൽ പോകാം. പോരാ അമ്മായി?
ഓ അത് മതി. സന്തോഷമായോ? ഓ മാളും സന്തോഷമായോ? ചേച്ചിക്കോ? പിന്നെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് റെസ്റ്റോറൻറ്റിലോട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ മാളുവിന് ഞാൻ പറഞ്ഞ ഈ ചോറ്, നല്ല ചൂട് ചോറ് കണ്ട, ചൂട് ചോറ്, ഇതിൻ്റെ കൂടെ ഒരു ശകലം അച്ചാർ. എന്നിട്ട് മാളു ആദ്യം ഈ അച്ചാർ മാത്രം ഒന്ന് കഴിച്ചേ, ഇങ്ങനെ ഒരു കൈ കൊണ്ട്. അതിഷ്ടപ്പെട്ടില്ല മാളുവിന്. ഇനിയിപ്പം മാളു നമുക്ക് വേണ്ട എന്നാന്നറിയോ? ഇത് കണ്ടോ, നമ്മളുണ്ടാക്കിയ മുയൽ. ഇത് മാളു കഴിച്ചിട്ട്, മാളുവിന് മാത്രം മതി അല്ലേ? മാളു അല്ലേ ആഗ്രഹിച്ചേ? മാളു കാരണമല്ലേ ഇവരിവിടെ വരാൻ കാരണം. അതെ, അത് സത്യം. അമ്മായിയും മോളും അത് അവർക്കൊന്നും കൊടുക്കണല്ലേ? അവർ ചേട്ടൻ കഴിഞ്ഞ് കഴിച്ചു, അത് മാള് കഴിച്ചു കേട്ടോ. കഴിച്ചോ, ഇനി ഞാൻ അവർക്ക് കൊടുത്തോളാം. അത് വിഷമിക്കണ്ട, ചേച്ചിക്ക് കൊടുത്തില്ലെന്നും പറഞ്ഞാൽ വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കഴിച്ച് എൻജോയ് ചെയ്യും. ഞാനേ എനിക്ക് വേറെ 2 ഗസ്റ്റും ഉണ്ട്. ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ആദ്യം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നിൻ്റെ രുചിയുണ്ടല്ലേ? എൻ്റെ അമ്മ കൊള്ളാം. മീൻകറിയും കൊള്ളാം. പക്ഷെ ഇതിൽ 3ലും എൻ്റെ ഒരു രുചിയും ഇല്ല. സത്യം അല്ലേ? അതായത് എൻ്റെ രുചിയില്ല എന്നല്ല, ഞാൻ ഉണ്ടാക്കുന്ന കറികളുടെ ഒരു സ്റ്റൈൽ ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ വേറൊരു ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടല്ലേ? നമ്മളെപ്പോഴും ആ ടേസ്റ്റിലെ കഴിക്കണേ. ഇന്നുവരെ കഴിക്കാത്തൊരു രുചി അല്ലേ? എല്ലാത്തിനും ഉപ്പ് കുറച്ച് കുറവ്. അത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ എന്താ പറയുക BP ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ, അതുകൊണ്ട് അവരെല്ലാത്തിലും ഉപ്പ് കുറവേ ഇടുള്ളൂ. ആവശ്യത്തിന് നമ്മൾ ഇട്ട് കഴിക്കേണ്ടി വരും. എന്തൊക്കെ എടുത്ത് തട്ടണത്? ഉപ്പും കുരുമുളകും. അവർക്ക് എൻ്റെ കറി കഴിച്ച് എരിവ് വേണം അല്ലേ മോള്? സത്യം. അയ്യോ, എനിക്ക് മുയൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ അന്ന് വെച്ച മുയലിനെക്കാട്ടിയും എൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അതാ ഞാൻ പറഞ്ഞ നമ്മുടേതായ ഒരു രുചിയില്ല, വേറൊരു രുചി. നമ്മളിവിടെ വരെ വന്നിട്ടേ പുറത്തൊന്നും പോണില്ലേ? ഇനി പിന്നെ പോവില്ലേ?
ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് നമ്മളിങ്ങനെ കറങ്ങാൻ പോവില്ലേ, എല്ലാവിടെയും കാണിച്ചിട്ട് അമ്മാനെ ഇവിടെ എത്തണം. എവിടെ കൊണ്ടുപോയി? നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ മ്യൂസിയം ഉണ്ടോ? കണ്ണാടി മാറി ചേച്ചിട്ടോട് എന്നെ വലിയ സ്നേഹമായിട്ടൊക്കെ കൊണ്ടുവന്ന് തങ്കമ്മായി ഒരു കണ്ണാടി മല ഇട്ടുതരാം. ഇട്ടരുവോ? അമ്മയെ അച്ചാരം കൊടുത്തതോ? ആ, ഞാൻ ആ ഷെഫിനോട് പറയാൻ മറന്നുപോയി. എന്താണ്? മാളുവിന്റെ മുന്നിൽ മാത്രം അച്ചാർ വെക്കല്ലേ എന്ന്. എന്നുണ്ടാ അവൾ കറികളൊന്നും ഇനി കൂട്ടൂല. അതിന് അവൾക്ക് വീപ്പൊന്നും ഇല്ലല്ലോ, കഴിച്ചോട്ട്. അച്ചാർ സൂപ്പർ.